ഈ വീഡിയോയിൽ ഒരു സ്വിച്ചിംഗ് കൺവെർട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയും അതിന്റെ ഓരോ ഘടകങ്ങളെയും വിശദമായി പരിശോധിക്കുകയും ചെയ്യും. ഒരു വോൾട്ടേജ് മറ്റൊന്നിലേക്ക് മാറ്റുന്ന ഒരു പവർ സപ്ലൈ ആണ് സ്വിച്ചിംഗ് കൺവെർട്ടർ. സാധാരണയായി ഇത് നിങ്ങളുടെ ചുമരിൽ നിന്ന് AC വോൾട്ടേജ് എടുത്ത് നിങ്ങളുടെ ഉപകരണങ്ങൾക്ക് ആവശ്യമായ DC വോൾട്ടേജ് ആക്കി മാറ്റുന്നു. ഇത് ഒരു ഫോൺ ചാർജർ പോലെയുള്ള ഒരു പൂർത്തിയായ ഉൽപ്പന്നമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ ഉപകരണത്തിനുള്ളിലെ ഒരു മറഞ്ഞിരിക്കുന്ന ഭാഗമായിരിക്കാം. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് സൂക്ഷ്മമായി നോക്കാം. ആദ്യം AC വോൾട്ടേജ് ഒരു കണക്ടറിലൂടെ പ്രവേശിക്കുന്നു. ഈ വോൾട്ടേജ് DC ആക്കണം. ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് വിളിക്കുന്ന 4 ഡയോഡുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇത് 4 പ്രത്യേക ഡയോഡുകളോ 4 ഡയോഡുകൾ ഉള്ള ഒരൊറ്റ ഭാഗമോ ആകാം. അതിനുശേഷം വോൾട്ടേജ് സുഗമമാക്കാൻ ഞങ്ങൾ ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ഒരു പരമ്പരയിൽ 2 കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ വോൾട്ടേജ് രണ്ടിനുമിടയിൽ തുല്യമായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ അവയ്ക്ക് സമാന്തരമായി റെസിസ്റ്ററുകൾ സ്ഥാപിക്കുന്നു. കപ്പാസിറ്ററുകൾ ശൂന്യമായതിനാൽ നിങ്ങൾ ആദ്യം ഉപകരണം പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഒരു വെല്ലുവിളിയുണ്ട്. അവ തൽക്ഷണം വലിയ അളവിൽ വൈദ്യുതി വലിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ റഷ് കറന്റ് എന്ന് വിളിക്കുന്നു. ഇത് ഘടകങ്ങൾ കത്തിക്കുകയോ നിങ്ങളുടെ സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇത് നിർത്താൻ നമ്മൾ ഒരു ആന്റിക് റെസിസ്റ്റർ ഉപയോഗിക്കുന്നു. തണുപ്പുള്ളപ്പോൾ അതിന്റെ പ്രതിരോധം കൂടുതലാണ്. അത് തിരയലിനെ തടയുന്നു. അതിലൂടെ കറന്റ് കടന്നുപോകുമ്പോൾ ചൂടാകുകയും അതിന്റെ പ്രതിരോധം കുറയുകയും ചെയ്യുന്നതിനാൽ വൈദ്യുതി സാധാരണഗതിയിൽ പ്രവഹിക്കാൻ കഴിയും. ശക്തമായ യൂണിറ്റുകളിൽ NTCയെ മറികടക്കാൻ ഒരു റിലേ ഉപയോഗിക്കുന്നു. ഊർജം ലാഭിക്കാൻ സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ ഒരു SNPSന്റെ ഇൻപുട്ടിൽ ഒരു ഫ്യൂസ് ഉപയോഗിച്ച് അതിനെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒരു ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് അല്ലെങ്കിൽ തകരാർ ഉണ്ടെങ്കിൽ വളരെയധികം കറന്റ് ഒഴുകുന്നു. ഫ്യൂസ് ഉരുകി വൈദ്യുതി വിച്ഛേദിക്കുന്നു. SMPSന് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുകയും തീ അല്ലെങ്കിൽ ഷോക്ക് തടയുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സ്ഥിരമായ DC വോൾട്ടേജ് ഉണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള നിർദ്ദിഷ്ട വോൾട്ടേജിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. സുരക്ഷയ്ക്കായി നഗര വൈദ്യുതി ഉപയോഗിക്കുന്ന മിക്ക കൺവെർട്ടറുകൾക്കും ഐസൊലേഷൻ ആവശ്യമാണ്. അതായത് ഇൻപുട്ട് വശവും ഔട്ട്പുട്ട് വശവും ഭൗതികമായി ബന്ധിപ്പിച്ചിട്ടില്ല. ഒരു ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് നേടുന്നത്. ഏറ്റവും ജനപ്രിയമായ ഒറ്റപ്പെട്ട ഡിസൈനുകളിൽ ഒന്ന് ഫ്ലൈബാക്ക് കൺവെർട്ടർ ആണ്. ഇത് ഒരു ട്രാൻസ്ഫോർമർ, ഒരു സ്വിച്ച്, സാധാരണയായി ഒരു മോസ്ഫെറ്റ്, ഒരു ഡയോഡ്, ഒരു കപ്പാസിറ്റർ എന്നിവ ഉപയോഗിക്കുന്നു. സ്വിച്ച് ഓണാക്കുമ്പോൾ ട്രാൻസ്ഫോർമർ അതിന്റെ കാന്തികക്ഷേത്രത്തിൽ ഇൻപുട്ടിൽ നിന്ന് ഊർജം സംഭരിക്കുന്നു. സ്വിച്ച് ഓഫാകുമ്പോൾ അത് സംഭരിച്ച ഊർജം ഔട്ട്പുട്ടിലേക്ക് വിടുന്നു. ഇത് ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് തവണ സംഭവിക്കുന്നു. ഇത്രയും ഉയർന്ന ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഈ കൺവെർട്ടറുകൾ അടുത്തുള്ള പവർ സപ്ലൈകളേക്കാൾ വളരെ ചെറുതായിരിക്കും. എന്നിരുന്നാലും ട്രാൻസ്ഫോർമറുകൾ പൂർണ്ണമല്ല. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് ഊർജം പ്രൈമറി സൈഡിൽ കുടുങ്ങുന്നു. ഇതിനെ ലീക്കേജ് എനർജി എന്ന് വിളിക്കുന്നു. ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് മോസ്ഫെറ്റിനെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു വോൾട്ടേജ് സ്പൈക്ക് സൃഷ്ടിക്കുന്നു. ആ ഊർജം പോകുന്നതിന് ഒരു പ്രത്യേക പാത ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇത് പരിഹരിക്കുന്നു. അതിനെ RCDS നമ്പർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. ഏകദേശം 200 വാട്ട് വരെയുള്ള കുറഞ്ഞ പവറിന് ഫ്ലൈബാക്ക് ഡിസൈൻ മികച്ചതാണ്. ഉയർന്ന പവറിന് ഫോർവേഡ് സ്വിച്ച് ഫോർവേഡ്, ഹാഫ് ബ്രിഡ്ജ്, പുൾ ബ്രിഡ്ജ് അല്ലെങ്കിൽ റെസൊണന്റ് കൺവെർട്ടറുകൾ പോലുള്ള മറ്റ് ഡിസൈൻ ഞങ്ങൾ ഉപയോഗിക്കുന്നു. റെസൊണന്റ് കൺവെർട്ടറുകളെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിച്ച വീഡിയോകൾ കാണാൻ കഴിയും. സിസ്റ്റത്തിന്റെ മസ്തിഷ്കം ഒരു കൺട്രോളർ IC ആണ്. കൃത്യമായ സമയത്ത് സ്വിച്ച് ഓണും ഓഫും ആക്കുക എന്നതാണ് ഇതിന്റെ ജോലി. സ്വിച്ചിംഗ് വേഗത നിയന്ത്രിക്കുന്നതിന് സാധാരണയായി ഒരു ചെറിയ ഗേറ്റ് റെസിസ്റ്ററിലൂടെ ഇത് മോസ്ഫെറ്റിലേക്ക് ഉയർന്ന ഫ്രീക്വൻസി പൾസ് അയക്കുന്നു. ഉയർന്ന പവർ സിസ്റ്റത്തിൽ ഒരു ഡ്രൈവർ സർക്യൂട്ട് ഉപയോഗിച്ചേക്കാം. ചിലപ്പോൾ IC കറന്റ് നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ യൂണിറ്റിൽ നമ്മൾ ഒരു ഷാന്റ് റെസിസ്റ്റർ ഉപയോഗിക്കുന്നു. എന്നാൽ ഉയർന്ന പവർ യൂണിറ്റിൽ ഒരു ഷാന്റ് വളരെയധികം ചൂട് സൃഷ്ടിക്കുന്നു. അതിനാൽ നമ്മൾ പകരം ഒരു കറന്റ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നു. ICക്ക് ഒരു സ്ഥിരതയുള്ള റഫറൻസ് വോൾട്ടേജും ആവശ്യമാണ്. കൂടാതെ ഒരു ചെറിയ ബാഹ്യ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സമയം നിലനിർത്താൻ ഇത് ഒരു ക്ലോക്ക് ഉപയോഗിക്കുന്നു. ലോഡ് മാറിയാലും ഔട്ട്പുട്ട് വോൾട്ടേജ് സ്ഥിരമായി നിലനിർത്താൻ ഒരു റെസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിച്ച് ഔട്ട്പുട്ടിൽ നിന്ന് ഞങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഇതിൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉൾപ്പെട്ടേക്കാം. അതിനാൽ നിങ്ങൾക്ക് വോൾട്ടേജ് കൃത്യമായി ക്രമീകരിക്കാൻ കഴിയും. ഈ സിഗ്നൽ സാധാരണയായി ഒരു TL431 റെഗുലേറ്റർ ഉപയോഗിക്കുന്ന ഒരു നഷ്ടപരിഹാര സർക്യൂട്ടിലൂടെയും തുടർന്ന് ഒരു ഒപ്റ്റൂപ്ലർ വഴിയും കടന്നുപോകുന്നു. TL431നെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിച്ച വീഡിയോ കാണാൻ കഴിയും. ഒക്ടൂപ്ലർ വളരെ പ്രധാനമാണ്.
കാരണം ഇത് സിഗ്നൽ കൺട്രോളർ ഐസിയിലേക്ക് തിരികെ അയക്കാൻ പ്രകാശം ഉപയോഗിക്കുന്നു. ഔട്ട്പുട്ട് വശത്ത് നിന്ന് ഉയർന്ന വോൾട്ടേജ് വശം സുരക്ഷിതമായി ഒറ്റപ്പെടുത്തുന്നു. പവർ സപ്ലൈ സ്വിച്ച് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം മാത്രമേ പവർ ആവശ്യമെങ്കിൽ കൺട്രോളർ ചിപ്പ് എങ്ങനെ ഓണാകുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇത് പരിഹരിക്കാൻ ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് സർക്യൂട്ട് ഉപയോഗിക്കുന്നു. ഐസി ഉണരാൻ ആവശ്യമായ വോൾട്ടേജ് ഉയർന്നതാകുന്നതുവരെ ഇത് ഒരു കപ്പാസിറ്ററിനെ പതുക്കെ ചാർജ് ചെയ്യുന്നു. ഐസി മോസ്ഫെറ്റ് സ്വിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ട്രാൻസ്ഫോർമറിലെ ഒരു ഓക്സിലറി വൈൻഡിംഗ് ചുമതല ഏറ്റെടുക്കുകയും റണ്ണിംഗ് പവർ നൽകുകയും ചെയ്യുന്നു. എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഐസിയെയും കപ്പാസിറ്ററിനെയും വളരെയധികം വോൾട്ടേജ് ലഭിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ പലപ്പോഴും ഇവിടെ ഒരു സീനർ ഡയോഡ് ഉപയോഗിക്കുന്നു. വോൾട്ടേജ് വളരെ കുറഞ്ഞാൽ ഐസി ഓഫാകുകയും പ്രക്രിയ വീണ്ടും ആരംഭിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ നമുക്ക് ചൂടും ശബ്ദവും നേരിടേണ്ടി വരും. ഒരു മോസ്ഫെറ്റ് വളരെ വേഗത്തിൽ മാറ്റുന്നത് ചൂട് സൃഷ്ടിക്കുന്നു. അതിനാൽ നമ്മൾ അത് ഒരു ഹീറ്റ് സിങ്കിൽ ഘടിപ്പിക്കുന്നു. ഘടകം അനുയോജ്യമല്ലാത്തതിനാൽ ഇത് വൈദ്യുത ശബ്ദവും സൃഷ്ടിക്കുന്നു. ഡയോഡ് ട്രാൻസ്ഫോർമറുകൾക്കും മോസ്ഫെറ്റിലെ ഐസൊലേഷനും പോലും മറഞ്ഞിരിക്കുന്ന ചെറിയ കപ്പാസിറ്ററുകൾ പോലെയുള്ള പരാത ഗുണങ്ങളുണ്ട്. കാരണം സ്വിച്ചിംഗ് സർക്യൂട്ടുകളിൽ ഉയർന്ന ഡിവിഡിറ്റിയുള്ള ഫാസ്റ്റ് വോൾട്ടേജ് ശൃംഖലകളുണ്ട്. ഉയർന്ന ഫ്രീക്വൻസി സർക്കുലേറ്റിംഗ് കറന്റുകൾ സൃഷ്ടിക്കപ്പെടുകയും പരാത കപ്പാസിറ്ററുകളിലൂടെ ഒഴുകുകയും വൈദ്യുതി വിതരണത്തിലോ മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലോ ഇന്റർഫേസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് പരിഹരിക്കാൻ ഇൻപുട്ടിൽ ഞങ്ങൾ ഒരു എമി ഫിൽട്ടർ ഉപയോഗിക്കുന്നു. ഈ ഫിൽട്ടർ ഒരു കോമൺ മോഡ് ചോക്ക് എന്നറിയപ്പെടുന്ന ഒരു ഇൻഡക്ടറും ഒരു പ്രത്യേക കപ്പാസിറ്ററും ഉപയോഗിക്കുന്നു. ഇത് ശബ്ദത്തെ ഫലപ്രദമായി തടയാൻ കഴിയുന്ന ഒരു മതിൽ സൃഷ്ടിക്കുന്നു. സുരക്ഷയ്ക്കായി ഫിൽട്ടർ കപ്പാസിറ്ററിൽ നിന്ന് ചാർജ് കളയാൻ ഞങ്ങൾ റെസിസ്റ്ററുകൾ ചേർക്കുന്നു. ഒരു എസ്എൻ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ഉയർന്ന ഡിവിഡിറ്റി നോഡുകൾ സുഗമമാക്കുന്നതിലൂടെ ഈ ശബ്ദം കുറയ്ക്കാൻ സഹായിക്കും. 100 വാട്ട് പവർ സപ്ലൈ. എസി വോൾട്ടേജ് ഒരു വയർ വഴി ബോർഡിലേക്ക് പ്രവേശിച്ച് ഇൻപുട്ട് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നു. ആദ്യ ഘടകം ഉൽപാദനത്തിനുള്ള ഒരു ഫ്യൂസും തുടർന്ന് പ്രാരംഭ പവർ സർജ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു എൻടിസിയുമാണ്. വൈദ്യുതി മീ ഫിൽട്ടറിലൂടെ കടന്നുപോയി ബ്രിഡ്ജ് റെക്ടിഫയറിൽ എത്തുന്നു. ഫിൽട്ടർ കപ്പാസിറ്ററുകൾ സുരക്ഷിതമായി ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഇവിടെ റെസിസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വോൾട്ടേജിനെ സ്ഥിരമായ ഡിസിയിലേക്ക് സുഗമമാക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററും നിങ്ങൾക്ക് കാണാൻ കഴിയും. വൈബ്രേഷനിൽ നിന്ന് ബോർഡിനെ സുരക്ഷിതമായി നിലനിർത്താൻ വലിയ ഭാഗങ്ങൾ സ്ഥാനത്ത് പിടിക്കാൻ ചില സിലിക്കൺ പശ ഉപയോഗിക്കുന്നു. ഈ വിഭാഗത്തിൽ നമുക്ക് സ്വിച്ചിംഗ് സർക്യൂട്ട് കാണാം. ഇതിൽ ട്രാൻസ്ഫോർമർ, മോസ്ഫെറ്റ്, ഡയോഡ്, കപ്പാസിറ്റർ എന്നിവ ഉൾപ്പെടുന്നു. അവ ഒരുമിച്ച് ഫ്ലൈബാക്ക് കൺവെർട്ടർ ഉണ്ടാക്കുന്നു. ഒരു ഇൻഡക്ടറായി പ്രവർത്തിക്കുന്ന ഒരു എയർ കോർ കോയിലും ഉണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജിലെ റിപ്പിൾ കുറയ്ക്കുന്ന ഒരു ഫിൽട്ടർ സൃഷ്ടിക്കാൻ ഇത് കപ്പാസിറ്ററുമായി പ്രവർത്തിക്കുന്നു. കറന്റ് ഫീഡ്ബാക്കിനായി ഒരു ഷണ്ട് റെസിസ്റ്റർ കാണാൻ കഴിയും. മോസ്ഫെറ്റ് സംരക്ഷിക്കുന്നതിനായി സമീപത്ത് ഒരു സ്നോബർ സർക്യൂട്ടും ഉണ്ട്. ബോർഡിന്റെ അടിഭാഗം നോക്കിയാൽ നമുക്ക് PWM കൺട്രോളർ ഐസി കാണാം. പവർ നിയന്ത്രിക്കുന്നതിനായി ഒരു ഒപ്റ്റ്യൂപ്ലർ വഴി ഔട്ട്പുട്ടിൽ നിന്ന് ഈ ഐസിക്ക് ഒരു സിഗ്നൽ ലഭിക്കുന്നു. ട്രാൻസ്ഫോർമറിലെ ഒരു ഓക്സിലറി വൈൻഡിംഗിൽ നിന്ന് ഐസിക്ക് അതിൻ്റെതായ റണ്ണിംഗ് പവർ ലഭിക്കുന്നു. അവസാനമായി ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. അതിനാൽ ഉപയോക്താവിന് ഔട്ട്പുട്ട് വോൾട്ടേജും പവർ ഓണാണെന്ന് കാണിക്കാൻ ഒരു LEDയും ഫൈൻ ട്യൂൺ ചെയ്യാൻ കഴിയും. ഇപ്പോൾ വളരെ വലിയ 600 വാട്ട് പവർ സപ്ലൈ പരിശോധിക്കാം. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ പവർ കൂടുതലായതിനാൽ ഇത് വളരെ സങ്കീർണമാണ്. ഇതിന് കൂടുതൽ ഭാഗങ്ങൾ ആവശ്യമാണ്. ഇൻപുട്ട് പവർ ഇവിടെ പ്രവേശിച്ച് 2 കോമൺ മോഡ് ഇൻഡക്ടറുകൾ ഉപയോഗിച്ച് 2 ഘട്ട എമി ഫിൽട്ടറിലൂടെ കടന്നുപോകുന്നു. ഇവിടെയും ഒരു NPC ഉണ്ട്. എന്നാൽ ഈ ഉയർന്ന പവർ മോഡലിൽ ഊർജം ലാഭിക്കുന്നതിനായി സിസ്റ്റം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഒരു റിലേ വഴി ബൈപാസ് ചെയ്യപ്പെടുന്നു. ഈ കപ്പാസിറ്റർ ഒരു മാനുവൽ 110-220 വോൾട്ട് സ്വിച്ച് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്വിച്ച് 110 വോൾട്ടായി സജ്ജമാക്കുമ്പോൾ അത് ബ്രിഡ്ജ് റെക്ടിഫയറും കപ്പാസിറ്ററും തമ്മിലുള്ള കണക്ഷൻ മാറ്റുകയും വ്യത്യസ്തമായ ഒരു കറന്റ് പാസ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് കപ്പാസിറ്ററിനെ അവയിലുടനീളം ഉയർന്ന ഡിസ് വോൾട്ടേജ് ലെവലിലേക്ക് നയിക്കുന്ന രീതിയിൽ ചാർജ് ചെയ്യാൻ അനുവദിക്കുന്നു. ഈ പവർ സപ്ലൈ 2 മോസ്ഫെറ്റുകൾ ഉപയോഗിക്കുന്നു. കൂടാതെ സെക്കൻഡറി ഡയോഡിന് ശേഷം ഔട്ട്പുട്ട് ഇൻഡക്ടറുകളുമുണ്ട്. ഇത് ഒരു ഹാഫ് റിച്ച് കൺവെർട്ടറാണെന്ന് നമ്മെ അറിയിക്കുന്നു. പ്രധാന ട്രാൻസ്ഫോർമർ മധ്യത്തിലാണ്. അതിനടുത്തായി ട്രാൻസ്ഫോർമറിനെ സാച്ചുറേഷൻ തടയാൻ DC വോൾട്ടേജ് തടയുന്ന ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ ഉണ്ട്. മോസ്ഫെറ്റുകൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് പൾസ് ട്രാൻസ്ഫോർമറും പവർ ലെവലുകൾ നിരീക്ഷിക്കാൻ ഒരു കറന്റ് ട്രാൻസ്ഫോർമറും ഉണ്ട്.
ഈ രൂപകൽപ്പനയിൽ പ്രധാന കൺട്രോളർ സെക്കൻഡറി വശത്താണ്, അതുകൊണ്ടാണ് 600 വാട്ട് ധാരാളം ചൂട് സൃഷ്ടിക്കുന്നതിനാൽ ഫീഡ്ബാക്കിനായി ഒരു ഒക്ടൂപ്ലർ നിങ്ങൾ കാണാത്തത്. ഒരു വലിയ ഹീറ്റ് സിങ്കും ഒരു കൂളിംഗ് ഫാനുമുണ്ട്. വളരെ ചൂടായാൽ എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു തെർമൽ സ്വിച്ച് പോലുമുണ്ട്.